ഭാവി യുവാക്കളുടെ കയ്യിലാണെന്നും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളെന്നും യുവനേതാവും തൃത്താല MLAയുമായ VT ബൽറാം പറഞ്ഞു. അദ്ദേഹം നൽകിയ അഭിമുഖത്തിലേക്ക്. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നൊരു വേദിയാണ് OICC. സ്വാഭാവികമായി നമ്മുടെ ചെറുപ്പക്കാർ പ്രവാസ സമൂഹത്തിൻ്റെ ഒരു വലിയ ശതമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരെ കൂടി ഈ ഒരു മുഖ്യധാരയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി OICCയുടെ നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ വിശാലമായ ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ തന്നെ ചെറുപ്പക്കാരുടെ പ്രത്യേകമായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് ഉചിതമായിരിക്കും എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹ്റൈനിലെ OICC അവരുടെ ഒരു യുവജന വിഭാഗം രൂപീകരിക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയും അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള പ്രവർത്തന ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിക്കുകയും ചെയ്തത്. വളരെ നല്ല ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള അരാഷ്ട്രീയത വർദ്ധിച്ചു വരുന്നു. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു യുവ സമൂഹം രാഷ്ട്രീയത്തെ വളരെ മോശമായ രീതിയിൽ നോക്കിക്കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാരെ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ നന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതുവഴി ക്രിയാത്മകമായി രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവരുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇടപഴകുന്നത് പ്രവാസികളായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്താണെങ്കിലും അവരുടെയൊക്കെ ഒരു പ്രസൻസ് വെർച്വലായിട്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിലൂടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആശയവിനിമയം, ആശയ രൂപീകരണവും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ശരിയായ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു വലിയ ദൗത്യം ഈ യുവജന വിഭാഗം ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പലപ്പോഴും ചെറുപ്പക്കാരാണല്ലോ മുന്നിട്ടിറങ്ങുക. അപ്പോൾ ആർക്കെങ്കിലും ഒരു സഹായം വേണം, ആ സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ മുന്നിട്ടിറങ്ങണം. അത്തരത്തിൽ ഇറങ്ങാനൊക്കെ ഒരു താല്പര്യവും ഒക്കെ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർക്കാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള സംഘടനകളിലൊക്കെ കൂടുതലായിട്ട് കടന്നു വരണം. അവരെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ സംഘടനാ തലത്തിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് ഒരു യുവജന വിഭാഗത്തെക്കുറിച്ച് ഇവിടുത്തെ OICC നേതൃത്വം ആലോചിച്ചത്. നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു റെസ്പോൺസാണ് അതിന് കാണാൻ സാധിക്കുന്നത്. OICC ഈ അർത്ഥത്തിൽ കൂടുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സമീപകാലത്ത് OICCയുടെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ഊർജ്ജം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി OICC എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയായി പ്രവാസ ലോകത്തിൽ അവരുടെ പ്രവാസ ജീവിതത്തിൽ വളരെ നിർണായകമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഈ ചെറുപ്പക്കാർ കൂടി വളരെ താല്പര്യത്തോടു കൂടി കടന്നു വരികയാണെങ്കിൽ പ്രവാസ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയായി OICCക്ക് മാറാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസ ലോകത്ത് കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് OICC. സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു സംഘടന OICC ആണ് എന്നുള്ളതാണ് KPCCയുടെ നിലപാട്. വളരെ സ്വാഭാവികമാണത്. കാരണം അതിൻ്റെ മുൻകാലത്തെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. കോൺഗ്രസിനകത്തെ പലതരത്തിലുള്ള വിഭാഗീയതകളുടെ ഭാഗമായി പലതരത്തിലുള്ള സംഘടനകൾ പരസ്പര വിരുദ്ധമായ ആശയങ്ങളുമായി അല്ലെങ്കിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് ഓരോ വിദേശ രാജ്യങ്ങളിലും നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കോൺഗ്രസിനകത്ത് കേരളത്തിൽ പൊതുവിൽ രൂപപ്പെട്ട ഒരു അനുകൂലമായിട്ടുള്ള ഐക്യത്തിൻ്റെ അന്തരീക്ഷത്തെ ഈ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നതിൻ്റെ പേരിലാണ് OICC ആണ് ഔദ്യോഗിക സംഘടന. OICCക്ക് കീഴിലാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം OICCക്ക് കീഴിൽ അവരുടെ ആശയങ്ങളോട് യോജിക്കുന്ന തരത്തിൽ അതത് OICC കമ്മിറ്റികളുടെ താല്പര്യപ്രകാരം അവരുടെ തീരുമാനപ്രകാരം മറ്റു ഉപസംഘടനകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല. ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം KSU ഉണ്ടാക്കുന്നു. വനിതകൾക്ക് വേണ്ടി മഹിളാ കോൺഗ്രസ് ഉണ്ടാക്കുന്നു. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ജവഹർ ബാലജന വേദി ഉണ്ടാക്കുന്നു. അതേ രീതിയിൽ OICCയുടെ താല്പര്യപ്രകാരം അവരുടെ തീരുമാനപ്രകാരം യുവജന വിഭാഗം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടാക്കുന്നതോ വനിതകളുടെ വിഭാഗം ഉണ്ടാക്കുന്നതോ കുട്ടികളുടെ വിഭാഗം ഉണ്ടാക്കുന്നതോ സാംസ്കാരിക വിഭാഗം ഉണ്ടാക്കുന്നതോ ഒന്നും തെറ്റല്ല. അത് OICCക്ക് വിരുദ്ധമാവരുത്.
OICC ആശയങ്ങൾക്ക് വിരുദ്ധമാവരുത്, OICC പ്രവർത്തനങ്ങൾക്ക് വിപരീത ദിശയിലായിരിക്കരുത്, ഒരു പരസ്പരമുള്ള അനാരോഗ്യകരമായ മത്സരവും ഉണ്ടാവരുത്. പരസ്പരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വിശാലമായ കൂട്ടായ്മ എന്നുള്ള അർത്ഥത്തിൽ OICC മാറുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് തന്നെ വികസനവും കരുതലും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിൽ, കേരളത്തിനെ ഒരു മോഡേൺ ഇക്കോണമിയാക്കി മാറ്റുന്ന തരത്തിൽ വലിയ വികസന പദ്ധതികളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിലപാടുകളും നടപടികളുമായിട്ട് സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ മെട്രോ ഒരു യാഥാർത്ഥ്യമാവുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നെത്തിക്കാൻ സാധിച്ചത്. 5 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിശ്ചലാവസ്ഥയിൽ, സ്തംഭനാവസ്ഥയിൽ നിന്നിരുന്ന സ്മാർട്ട് സിറ്റി ഇന്ന് അതിൻ്റെ പ്രവർത്തനം ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റ് ഒരുപാട് നഗരകേന്ദ്രീകൃതമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലുള്ള നടപടികൾ പതുക്കെയാണെങ്കിൽ പോലും അതിലും ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഈ ഇത്തരത്തിലുള്ള വലിയ വികസന പദ്ധതികൾ മാത്രമല്ല നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തുന്നത്. കാരണം വലിയ വികസന പദ്ധതികളിലൂടെയല്ല ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത്. അത് സ്വാഭാവികമായി ഒരു ഇക്കോണമിയെ നമ്മൾ ശക്തിപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സമൂഹത്തിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ആ വെൽത്ത് സ്വാഭാവികമായി എല്ലാവരിലേക്കും വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യം പിന്നീടുണ്ടാകുക, അങ്ങനെയൊക്കെയാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്. അത് സമയമെടുക്കുന്ന കാര്യമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. പക്ഷേ വളരെ അടിയന്തരമായി ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ചില മേഖലകളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് വികസനവും കരുതലും എന്ന് പറയുന്ന, ഡെവലപ്മെൻറ്റ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വളരെ പ്രസക്തി ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഭവന നിർമ്മാണ സഹായത്തിന് 1 ലക്ഷം രൂപ നൽകിയിരുന്നു, ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതുപോലെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, കൂടുതൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. സൗജന്യമായി ടെക്സ്റ്റ് ബുക്കുകൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ അച്ഛനമ്മമാർ മരണപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പഠന സഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. 5 പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു. നിരവധിയായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഡിസ്പെൻസറികളും ഒക്കെ തുടങ്ങുന്നു. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഇടപെടൽ, ഒരു സാന്നിധ്യം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതിയിലൂടെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായി വിലക്കയറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് മാത്രമായി അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ വിലക്കയറ്റത്തിൻ്റെ നാളുകളിലും ഒരു ഭരണകൂടത്തിൻ്റെ സാന്നിധ്യം പരമാവധി അനുഭവപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുവരെ ഈ മേഖലയിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയാതിരുന്ന സഹകരണ വകുപ്പ് പോലുള്ള വകുപ്പുകളെ കൂടി ഈ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നന്മ സ്റ്റോറുകൾ ആരംഭിക്കുന്നു. കേരളത്തിൽ ഏതാണ്ട് 3000-ലേറെ നന്മ സ്റ്റോറുകൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനെതിരെ UDFൻ്റെ പേരിൽ എന്താണ് പറയുന്നത്? ഒന്ന്, ഇന്നത്തെ പ്രതിപക്ഷം ഈ സമരത്തിന് ആധാരമായി ഉയർത്തുന്ന വിഷയം, അതിനോടുള്ള ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ് ആ സമരത്തിൻ്റെ പരാജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യം. കാരണം ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാരണത്തിൻ്റെ പേരിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ഏത് രീതിയിലും അട്ടിമറിക്കുക, ജനകീയമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയെ ആ സ്ഥാനത്ത് നിന്ന് ബലപ്രയോഗത്തിലൂടെ ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു സമരരീതി, ആ സമരരീതിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാൻ സാധിക്കില്ല. CPMൻ്റെ ഉപരോധം ഇതൊരു വലിയ മഹാസംഭവമാണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ സമീപകാലത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അറബ് വസന്തത്തെ പോലെയോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ സ്വാഭാവികമായ ജനകീയ പ്രതിരോധങ്ങളെപ്പോലെയോ, എന്തിന് നമ്മുടെ ഡൽഹിയിൽ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ പോലെയോ ഒരു ജനകീയ സമരമായിരുന്നില്ല CPMൻ്റെ സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ.
മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്ന് അവർ വളരെ സ്പെസിഫിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിൽ നിന്ന് 2 അംഗങ്ങളെ വീതം അവർ തിരഞ്ഞെടുത്ത് അവരുടെ പാർട്ടിയുടെ ഒരു പരിപാടിയായി അത് സംഘടിപ്പിച്ചു എന്നതിലപ്പുറം അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സമരമായി, ഒരു ജനകീയ സമരമായി നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു സമരത്തിൻ്റെ പേരിൽ 40,000-40,000-ഓളം ആളുകൾ തിരുവനന്തപുരത്ത് കുറച്ച് സമയം ഒത്തുകൂടി എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ വ്യവസ്ഥാപിതമായി ജനാധിപത്യപരമായ രീതിയിൽ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അത് അട്ടിമറിക്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ജനവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ആ സമരം നിർത്തിവെക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം നിർബന്ധിതരായത്.